വിദേശികൾക്ക് ഹജ്ജ് തീർത്ഥാടനത്തിനായി അനുവദിക്കുന്ന വിസ ഉപയോഗിച്ച് ജിദ്ദ, മദീന, മക്ക എന്നീ നഗരങ്ങളിൽ മാത്രമേ യാത്രാ അനുമതിയുള്ളൂ എന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. ഈ നഗരങ്ങൾക്ക് പുറത്തേക്ക് വിസ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. നിയമം ലംഘിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ യാത്രാ നിയന്ത്രണം GCC രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ബാധകമല്ല. അതിനു പുറമെ ഹജ്ജ് വിസ ഉപയോഗിച്ച് രാജ്യത്ത് എവിടെയെങ്കിലും ജോലിക്കോ താമസത്തിനോ ശ്രമിക്കുന്നതും കുറ്റകരമാണ്. ഇക്കാര്യത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ സൗദിയിൽ നിന്ന് നാടുകടത്തും എന്നു മാത്രമല്ല ഭാവിയിൽ ഹജ്ജ് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. ഹജ്ജ് വിസ ഉപയോഗിച്ച് ഉംറ നിർവഹിക്കുന്നതിനോ ശമ്പളമില്ലാത്തതാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലിൽ ഏർപ്പെടുന്നതിനോ അനുവാദമില്ലെന്നും അധികൃതർ അറിയിച്ചു. ജൂണിൽ ആരംഭിക്കുന്ന ഈ വർഷത്തെ ഹജ്ജിനായി ലോകമെമ്പാടുമുള്ള 20 ലക്ഷത്തിലധികം തീർത്ഥാടകർ രാജ്യത്തെത്തുമെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. അനധികൃത തീർത്ഥാടകരെ തിരിച്ചറിയുന്നതിനായി തീർത്ഥാടകർക്ക് പ്രത്യേക ടാഗ് നൽകാനുള്ള പദ്ധതി സൗദി അധികൃതർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതിനിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്കയിൽ വിവിധ മേഖലകളിൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ തൊഴിലാളികളും കോവിഡ് വാക്സിൻ സ്വീകരിച്ചിരിക്കണമെന്ന് മക്ക മേയർ അബ്ദുറഹ്മാൻ അൽ അമർ അറിയിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിനുകളാണ് സ്വീകരിക്കേണ്ടത്. കോവിഡ് വാക്സിനു പുറമെ മെനിഞ്ചൈറ്റിസ്, സീസണൽ ഇൻഫ്ലുവൻസ വാക്സിനുകളും സ്വീകരിക്കണം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ സിഹത്തി ആപ്ലിക്കേഷൻ വഴി സ്ലോട്ട് ബുക്ക് ചെയ്ത ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് വാക്സിനുകൾ എടുക്കാം. ഹജ്ജ് സീസണിൽ തീർത്ഥാടകരുടെയും തൊഴിലാളികളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമാണ് നിർദ്ദേശമെന്നും മന്ത്രാലയം അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.